ഈജിപ്തിലെ എല്ലാ ഫറവോമാരുടെയും മമ്മികൾ 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ കണ്ടെത്തിക്കഴിഞ്ഞു എന്നാണ് പലരും കരുതിയിരുന്നത്. വാലി ഓഫ് കിങ്സ് എന്ന രാജാക്കന്മാരുടെ കല്ലറകൾ സ്ഥിതി ചെയ്യുന്ന താഴ്വര ഇപ്പോൾ വിജനമാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ കണ്ടെത്തിയ മമ്മികളുടെ കൂട്ടത്തിൽ ക്രിസ്തുവിന് മുൻപ് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഫറവയുടെ മമ്മി ഉണ്ടായിരുന്നില്ല എന്ന സത്യം തിരിച്ചറിയുന്നത് ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായ ഹോവാർഡ് കാർട്ടറാണ്. പുരാതന രേഖകളിൽ പലയിടങ്ങളിലായി സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കുട്ടി ഫറവയുണ്ടായിരുന്നു. 9-ാം വയസ്സിൽ അധികാരമേറ്റ് 19-ാം വയസ്സിൽ മരിച്ചുപോയ, കൂടുതൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഒരു ബാലൻ. രാജാക്കന്മാരുടെ താഴ്വാരം മുഴുവൻ അരിച്ചുപിറക്കിയിട്ടും അത്തരത്തിലൊരു മമ്മിയെ ആർക്കും കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ ഈ കഥ ഒരു കെട്ടുകഥ മാത്രമാണെന്ന് പലരും വിശ്വസിച്ചു. എന്നാൽ കാർട്ടറിന് മാത്രം ആ കഥയോടുള്ള കൗതുകം അടങ്ങിയില്ല. അയാൾ അത് കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ പര്യവേഷണം വളരെയധികം ചിലവേറിയതായതിനാൽ അയാൾക്കൊരു ഫണ്ടറെ ആവശ്യമുണ്ടായിരുന്നു. കാർട്ടർ പല സ്പോൺസർമാരെയും ചെന്ന് കണ്ടു. എന്നാൽ ഈ എക്സ്കവേഷൻ എത്ര കാലം കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുമെന്നോ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ചോ കൃത്യമായ അറിവുകളില്ലാത്തതിനാൽ ആരും തന്നെ അയാൾക്ക് ഫണ്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല. ഒടുക്കം കെട്ടുകഥകളെങ്കിലും കാർട്ടറുടെ ആഗ്രഹങ്ങളിൽ മറ്റൊരാൾക്ക് കൂടി കൗതുകം ജനിച്ചു. ബ്രിട്ടീഷുകാരനായ ലോർഡ് കാർണർവൺ ആയിരുന്നു അത്. അയാൾ കാർട്ടറുടെ പര്യവേഷണത്തിന് സാമ്പത്തിക സഹായം നൽകാം എന്ന് സമ്മതിച്ചതോടെ 1917 ഈജിപ്തിലെ രാജാക്കന്മാരുടെ താഴ്വരയിൽ കാർട്ടർ എക്സ്കവേഷൻ തുടങ്ങി. കടലിൽ വീണുപോയ മോതിരം തിരയുന്നത് പോലെ അസാധ്യമായ ഒരു ദൗത്യമാണ് താൻ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും കാർട്ടർ തൻ്റെ അന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. ലോർഡ് കാർണർവണിൻ്റെ സ്പോൺസർഷിപ്പ് കാലാവധിയായ 3 വർഷം പിന്നിട്ടിട്ടും ഇതുമായി ബന്ധിപ്പിക്കാവുന്ന ഒന്നും തന്നെ കാർട്ടറിന് അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാന ശ്രമം എന്ന നിലയിൽ കാർട്ടർ സ്പോൺസർഷിപ്പ് കാലാവധി വീണ്ടും 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകാൻ ആവശ്യപ്പെട്ടു. അയാളുടെ ആത്മവിശ്വാസം കണ്ട് സ്പോൺസർ 1 വർഷത്തേക്ക് കൂടി സ്പോൺസർഷിപ്പ് നൽകാമെന്ന് സമ്മതിച്ചു. ആ 1 വർഷം 1 മാസത്തേക്കാൾ വേഗത്തിൽ കടന്നുപോയി. എന്നിട്ടും കാർട്ടറിനൊന്നും തന്നെ കണ്ടെത്താനായിരുന്നില്ല. അയാൾ വീണ്ടും 1 വർഷം കൂടി ആവശ്യപ്പെട്ടു. എന്നാൽ സ്പോൺസറിന് അപ്പോഴേക്കും അയാളോടുള്ള വിശ്വാസം കുറഞ്ഞിരുന്നു. അവസാനമായി ലോർഡ് കാർണർവൺ അയാൾക്കൊരു വർഷം കൂടി സമയം നൽകി. കാർട്ടർ കൂടുതൽ സാങ്കേതികമായി തിരച്ചിൽ തുടർന്നു. മറ്റു ഗവേഷകർ ഉപേക്ഷിച്ചു പോയ സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഇടങ്ങളിലും അയാൾ വീണ്ടും വീണ്ടും കുഴിച്ചുകൊണ്ടിരുന്നു. മാസങ്ങൾ അതിവേഗത്തിൽ കടന്നുപോയി. ലോകം അയാളെ അത്യാഗ്രഹിയായ മണ്ടൻ എന്ന് വിശേഷിപ്പിച്ചു. ഇനി ശേഷിക്കുന്നത് 3 ആഴ്ചകൾ മാത്രമാണ്. ഇവിടെ നിന്നും ഒന്നും കണ്ടെത്താൻ കഴിയാതെ വന്നാൽ അതോടുകൂടി കാർട്ടറിൻ്റെ ഭാവി എന്നേക്കുമായി ഇല്ലാതായേക്കും. ഇതിനുവേണ്ടി ചിലവഴിച്ച അയാളുടെ സമ്പാദ്യവും സമയവും നഷ്ടമായേക്കും. ഈജിപ്ത് ഗവൺമെൻറ് എക്സ്കവേഷനുള്ള അനുമതി നിഷേധിക്കും. അയാൾ ഒരു കൊച്ചു കുട്ടിയുടെ പിടിവാശിയോടെ കാണുന്നിടത്തെല്ലാം കുഴിച്ചുകൊണ്ടിരുന്നു. റാംസീസ് ആറാമൻ്റെ കല്ലറക്ക് മുന്നിലെ തൊഴിലാളികളുടെ കൂടാരങ്ങൾ മാറ്റി സ്ഥാപിച്ച് അവിടെ കുഴിക്കുവാൻ തുടങ്ങി. അതൊരു അപകടം പിടിച്ച സ്ഥലമായിരുന്നു. മണ്ണിടിച്ചിലിന് ഏറെ സാധ്യതയുള്ള പ്രദേശം. എന്നാൽ അയാൾ അതിനെക്കുറിച്ചൊന്നും ആശങ്കാകുലനായിരുന്നില്ല. എന്നത്തെയും പോലെ രാവിലെ 7 മണിക്ക് തൊഴിലാളികളുമൊത്ത് കുഴിക്കുവാൻ തുടങ്ങി. മുൻപ് വന്നുപോയ ഗവേഷകർ എക്സ്കവേഷൻ നടത്തി ഉപേക്ഷിച്ചു പോയ സ്ഥലമായിരുന്നു അത്. രാവിലെ 10 മണിയോടെ ഒരു തൊഴിലാളിയുടെ മൺവെട്ടി ഒരു കല്ലിൽ പതിക്കുന്ന ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. കല്ലുകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ഒരു ചവിട്ടുപടിയായിരുന്നു അത്. അതിനടുത്ത് വീണ്ടും അതീവ ശ്രദ്ധയോടെ കുഴിക്കാൻ തുടങ്ങി. വീണ്ടും ഓരോ പടികളായി തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഉച്ചയ്ക്ക് 12 മണിയോടെ പടികളുടെ അവസാനം കല്ലും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു വാതിൽ അവർ കണ്ടെത്തി. ആ വാതിലിൽ 18-ാം നൂറ്റാണ്ടിലെ രാജവംശത്തിൻ്റെ രാജമുദ്ര കണ്ടു. കാർട്ടർ ഖനനം നിർത്താൻ ആവശ്യപ്പെട്ടു. ആ വാതിൽ വീണ്ടും മണ്ണിട്ട് മൂടിയ ശേഷം അയാൾ സ്പോൺസറായ ലോർഡ് കാർണർവണ്ണിന് ഉടൻ തന്നെ ഒരു ടെലിഗ്രാം സന്ദേശം അയച്ചു. അറ്റ് ലാസ്റ്റ് ഹാവ് മേഡ് വണ്ടർഫുൾ ഡിസ്കവറി ഇൻ വാലി. ഈജിപ്ത് ഗവൺമെൻറ്റിൻ്റെ അനുമതിക്കും സ്പോൺസറുടെ വരവിനുമായി കാർട്ടർ സമാധാനത്തോടെ കാത്തിരുന്നു. ആ ദിവസങ്ങളെക്കുറിച്ച് അയാളുടെ ഡയറിയിൽ കുറിച്ചിരുന്നത് ഉറക്കമില്ലാത്ത രാത്രികൾ എന്നായിരുന്നു. 22 ദിവസങ്ങൾക്ക് ശേഷം 1922 നവംബർ 26 വൈകിട്ട് 4 മണിക്ക് കല്ലറ തുറക്കാൻ തീരുമാനിച്ചു. സ്പോൺസർ കാർണർവണിന് പുറമെ അയാളുടെ മകൾ ലേഡി ഇവലിൻ ഹെർബർട്ടും ചില ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും ഈജിപ്റ്റ് ഉദ്യോഗസ്ഥരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് കാർട്ടർ ആ മൺചുമരിൽ ചെറിയൊരു ദ്വാരമുണ്ടാക്കി. ആ ദ്വാരത്തിലൂടെ 1000 വർഷങ്ങളോളം കെട്ടിക്കിടന്ന ചൂടുകാറ്റ് പുറത്തേക്ക് വന്നു. അകത്തെ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് ഒരു മെഴുകുതിരി നീട്ടിപ്പിടിച്ച് ആ ദ്വാരത്തിലൂടെ കാർട്ടർ ഉള്ളിലേക്ക് നോക്കി. പുറകിൽ നിന്നിരുന്ന സ്പോൺസർ അയാളോട് ചോദിച്ചു, ക്യാൻ യു സീ എനിത്തിങ്? അല്പനേരം സത്വിച്ചു നിന്നിരുന്ന കാർട്ടർ യെസ് വണ്ടർഫുൾ തിങ്സ് എന്നായിരുന്നു മറുപടി പറഞ്ഞത്.
സ്വർണം മൂടിയ കിടക്കകൾ, 3 രഥങ്ങൾ, പാത്രങ്ങൾ, ദൈവത്തിൻ്റെ പ്രതിമകൾ എന്നിങ്ങനെ പലതും. പതിയെ മൺചുമരിലെ ചെറിയ ദ്വാരം വലുതാക്കിയ ശേഷം ഓരോരുത്തരായി അകത്തേക്ക് കയറി. സ്വർണ്ണനിർമ്മിതമായ ഫർണിച്ചറുകൾ, ഭക്ഷണപാത്രങ്ങൾ, മൃഗങ്ങളുടെ രൂപങ്ങൾ, ആയുധങ്ങൾ മുതൽ കളിപ്പാട്ടങ്ങൾ വരെ സ്വർണത്താൽ നിർമ്മിതമായതായിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ തിളങ്ങി. സ്പോൺസർ കാർണർവണ്ണും മറ്റുദ്യോഗസ്ഥരും അതീവ സന്തുഷ്ടരായി. എന്നാൽ കാർട്ടറിൻ്റെ മുഖം മാത്രം തെളിഞ്ഞിരുന്നില്ല. അയാളുടെ കണ്ണുകൾ അപ്പോഴും മറ്റെന്തിനോ വേണ്ടി തിരയുകയായിരുന്നു. ലോകം കെട്ടുകഥയെന്ന് വിശ്വസിച്ചിരുന്ന ഫറവോ ബാലൻ്റെ ശവകുടീരം അവിടെയൊന്നും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ ബാലന് എന്ത് സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ചുമർ ചിത്രങ്ങളും കാണുന്നില്ല. മുറിയിലെ വസ്തുക്കൾ ക്രമരഹിതമായാണ് വച്ചിരിക്കുന്നത്. എങ്കിൽ ഇത് രാജാവിൻ്റെ യഥാർത്ഥ ശവമുറിയല്ല എന്ന് അയാൾ മനസ്സിലാക്കി. പുരാതന ഈജിപ്തിലെ ശവമുറികൾ പടിഞ്ഞാറോ വടക്കോ ആയിട്ടാണ് സ്ഥാപിക്കുന്നത്. കാർട്ടർ ആ മുറിയിൽ വീണ്ടും വിശദമായി പരിശോധിച്ചു. മുറിയുടെ വടക്കുഭാഗത്തെ ഭിത്തി മറ്റു ചുമരുകളിൽ നിന്നും വ്യത്യസ്തമായതായി അയാൾക്ക് തോന്നി. കാർട്ടർ ചുമരിൽ പതിയെ കൊട്ടിനോക്കി. ചുമരിനപ്പുറത്തെ വിശാലമായ മുറിയിൽ നിന്നും ആ ശബ്ദം പ്രതിധ്വനിച്ചതോടെ അയാൾ കൂടുതൽ ഉന്മേഷവാനായി. നടപടിക്രമങ്ങൾക്കു ശേഷം പതിയെ ആ ചുമർ പൊളിച്ചു നീക്കി. അതിനകത്ത് 18-ാം നൂറ്റാണ്ടിലെ രാജമുദ്ര പതിപ്പിച്ച മറ്റൊരു വാതിൽ. ആ മുദ്രയിലെ ലിപികളുടെ അർത്ഥം ഇങ്ങനെയായിരുന്നു: ദൈവങ്ങളുടെ രാജാവ്, സൂര്യദൈവത്തിൻ്റെ മകൻ, തൂത്താൻ ഖാമൂൻ. വാതിലിന് മുകളിലായി പുരാതന ഈജിപ്ഷ്യൻ ലിപിയിൽ മറ്റൊരു വാചകം കൂടി എഴുതിയിരുന്നു. അതിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു: രാജാവിൻ്റെ ശാന്തി നശിപ്പിക്കുന്നവരെ മരണത്തിൻ്റെ ചിറകുകൾ പിന്തുടരും. കല്ലറകൾക്കൊപ്പം അടക്കം ചെയ്തിരിക്കുന്ന സ്വർണവും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും ആരും മോഷ്ടിക്കാതിരിക്കാൻ വേണ്ടി പുരാതന ഈജിപ്തുകാർ ഇത്തരത്തിലുള്ള ലിഖിതങ്ങൾ എല്ലാ ശവമുറികളുടെയും വാതിലുകളിൽ കൊത്തിവെക്കുന്നത് പതിവായിരുന്നു. അത്തരത്തിലൊരു വാചകമായി മാത്രമാണ് കാർട്ടർ ഇതിനെയും കണ്ടത്. വാതിലിലെ സീലിളക്കിയ ശേഷം അവർ വാതിൽ തുറന്നു. ആ കാഴ്ച കാർട്ടറിനെ സന്തോഷത്തിൻ്റെയും ആകാംക്ഷയുടെയും പരമോന്നതിയിലേക്ക് എത്തിച്ചു. രാജാവിൻ്റെയും രാജ്ഞിയുടെയും സ്വർണത്തിൽ തീർത്ത 2 സിംഹാസനങ്ങൾ, ചുമരിൽ ദൈവങ്ങൾ പരലോകത്തേക്ക് കൈപിടിച്ച് നയിക്കുന്നതും കൊച്ചു ഫറവോയുടെ ജീവിതം പറയുന്നതുമായ ചിത്രപ്പണികൾ. പേര് സൂര്യദേവന്റെ മകൻ തൂത്താൻ ഖാമൂൻ. അക്നാന്റെ മകനായി അമർണയിൽ ജനിച്ച തൂത്താൻ ഖാമൂൻ അക്നാന്റെ മരണശേഷം 9-ാം വയസ്സിൽ ഭരണമേറ്റെടുത്തു. അമർണയിൽ നിന്നും തെബയിലേക്ക് രാജധാനി മാറ്റുകയും പരമ്പരാഗത ദൈവവിശ്വാസങ്ങൾ പുനഃസ്ഥാപിക്കുകയും അഗസനമൂൻ എന്ന സഹോദരിയെ വിവാഹം കഴിച്ച് രാജ്ഞിയാക്കുകയും ചെയ്തു. ബാലനായിരുന്നിട്ടും രഥയാത്രകളും വേട്ടയാടലുകളും നടത്തിയിരുന്ന തൂത്താൻ ഖാമൂൻ 19-ാം വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. മുറിയുടെ ഭൂരിഭാഗം വലിപ്പം വരുന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച വലിയൊരു ശവക്കൂട്, അതിനു മുകളിലായി വലിയൊരു കല്ലുകൊണ്ട് അടച്ചിരിക്കുന്നു. ഇത് തുറക്കാൻ തന്നെ ആഴ്ചകൾ സമയമെടുത്തു. അതിനുള്ളിൽ മറ്റൊരു പെട്ടി. മരം കൊണ്ട് നിർമ്മിച്ച ഈ പെട്ടി സ്വർണ്ണപ്പാളികളാൽ ആവരണം ചെയ്തതായിരുന്നു. അതിനു മുകളിലായി ദൈവത്തിൻ്റെ ചിഹ്നങ്ങൾ, മന്ത്രലിഖിതങ്ങൾ, കൈകൾ നെഞ്ചോട് ചേർത്ത് മടക്കി വെച്ചിരിക്കുന്ന ഫറവോയുടെ രൂപം എന്നിവ ആലേഖനം ചെയ്തിരുന്നു. അതിനകത്ത് മറ്റൊരു പെട്ടി. ഇത് കൂടുതൽ കട്ടിയുള്ള സ്വർണ്ണപ്പാളികളാൽ ആവരണം ചെയ്യപ്പെട്ടതും രാജാവിൻ്റെ മുഖം വ്യക്തമായി കൊത്തിവെച്ചതുമായിരുന്നു. അതിനുള്ളിൽ വീണ്ടും ഒരു പെട്ടിയുണ്ടായിരുന്നു. ഇത് പൂർണ്ണമായും സ്വർണത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ പെട്ടിയുടെ ഭാരം ഏകദേശം 110 കിലോഗ്രാമോളം വരും. ഇന്നും ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ശവപ്പെട്ടിയായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. അതിനകത്ത് മമ്മിഫൈ ചെയ്തിരിക്കുന്ന തൂത്താൻ ഖാമൂൻ്റെ ശരീരം. ഒരു കൈയിൽ അധികാരത്തിൻ്റെ രാജദണ്ഡും മറുകൈയിൽ അടിമകളെ നിയന്ത്രിക്കാനുള്ള ചാട്ടയുമുണ്ടായിരുന്നു. മുഖത്ത് എല്ലാ മമ്മികളെയും പോലെ സ്വർണ്ണ മുഖാവരണം. അതിന് ഏകദേശം 11 കിലോയോളം ഭാരമുണ്ടായിരുന്നു. ശാന്തമായി ഉറങ്ങുന്നത് പോലെയുള്ള മുഖഭാവം. ശരീരത്തിൽ റസിനും എണ്ണയും ചേർന്ന് പൊട്ടിയിരുന്ന സ്വർണ്ണാഭരണങ്ങൾ, വിരലുകളിൽ സ്വർണ്ണത്തൊപ്പികൾ. ആ രംഗത്തെക്കുറിച്ച് കാർട്ടർ തൻ്റെ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നത് ഇങ്ങനെയായിരുന്നു: മമ്മി പുറത്തെടുക്കുന്നത് അത്യന്തം ബുദ്ധിമുട്ടുള്ള ഒന്നായിരുന്നു. ആ സമയം ഞങ്ങൾക്ക് വലിയ ആഹ്ലാദമോ വിജയാഘോഷങ്ങളോ ഒന്നുമില്ല. പകരം ഒരു മനുഷ്യൻ്റെ ഉറക്കം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന ഭാരം നിറഞ്ഞ നിശബ്ദതയായിരുന്നു. ഇതൊരു മോഷണമായിരുന്നില്ല, ചരിത്രം തേടിയുള്ള യാത്രയായിരുന്നു. മുറിയിൽ ആയിരക്കണക്കിന് വർഷം അടച്ചുപൂട്ടിയ ഏകാന്തത, പഴയ എണ്ണകളുടെ മണം, മെഴുകുതിരിയുടെ മഞ്ഞ വെളിച്ചം, സ്വർണം പ്രതിഫലിപ്പിക്കുന്ന ചുമരുകൾ, ഒരു ശ്വാസം കൊണ്ടുപോലും നിശബ്ദം ഉയർത്താൻ കഴിയാവുന്ന നിമിഷം. തൂത്താൻ ഖാമൂൻ വലിയ ഭരണാധികാരി അല്ലായിരുന്നേക്കാം, എന്നാൽ ആ ജനത മരണാനന്തര ജീവിതത്തിൽ അവനെ ദൈവത്തോളം ഉയർത്തിയിരുന്നു. എന്തുകൊണ്ടാണ് എന്നറിയില്ല. ശവസംസ്കാരത്തിനു ശേഷം പുരോഹിതർ തൂത്താൻ ഖാമൂൻ്റെ മമ്മിയിൽ കൂടുതലായി എണ്ണ ഒഴിച്ചിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അത് ഉണങ്ങി സിമൻറ്റ് പോലെയായി മാറി. ശരീരം ശവപ്പെട്ടിയോട് ഒട്ടിപ്പിടിച്ചിരുന്നു. ആഭരണങ്ങൾ
ശരീരത്തോട് ഇഴുകിച്ചേർന്നിരുന്നു. എണ്ണ ഉരുക്കാൻ മമ്മി സൂര്യപ്രകാശത്തിൽ വെച്ച് ചൂടാക്കിയതും കൈകളും കാലുകളും തലയും വേർപെടുത്തേണ്ടി വന്നതുമെല്ലാം ഇന്ന് ചിന്തിക്കുമ്പോൾ തെറ്റായി തോന്നുന്നു. മുഖാവരണം എണ്ണയിൽ ഉറച്ച് മുഖവുമായി അലിഞ്ഞു ചേർന്നിരുന്നു. വളരെ കഷ്ടപ്പെട്ടാണ് അത് നീക്കം ചെയ്തത്. ചെറിയൊരു അബദ്ധം സംഭവിച്ചാൽ പോലും അത് നശിക്കുന്ന അവസ്ഥയിലായിരുന്നു. തൂത്താൻഖാമൂൻ്റെ മമ്മി കല്ലറയിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ പുറത്ത് പെട്ടെന്നൊരു അസാധാരണമായ പൊടിക്കാറ്റ് വീശി. അതിൽ എക്സ്കവേഷൻ തൊഴിലാളികളുടെ കൂടാരങ്ങൾ പറന്നു പോവുകയും ചെയ്തു. ഈ സംഭവം ശവമുറിക്ക് പുറത്തുള്ള വാചകവുമായി കൂട്ടിവായിച്ച ആളുകൾ അതിനെ തൂത്താൻഖാമൂൻ്റെ ശാപമായി കണക്കാക്കി. ഒരു സാധാരണ പ്രതിഭാസമായിട്ട് മാത്രമാണ് കാർട്ടർ ഇതിനെ കണ്ടത്. എന്നാൽ പ്രശ്നങ്ങൾ അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു. ഈ സംഭവത്തിനു ശേഷം ദിവസങ്ങൾക്കകം നീൽ നദിയിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സ്പോൺസർ കാർണർവണ്ണിൻ്റെ മുഖത്ത് ഒരു കൊതുക് കുത്തുകയും അതൊരു വ്രണമായി മാറുകയും അതുമൂലം ശരീരത്തിലേക്ക് അണുബാധ ബാധിച്ച് വൈകാതെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ അസാധാരണമായ കാരണങ്ങളാൽ കൈറോയിൽ വൈദ്യുതി നഷ്ടമാവുകയും കാർണർവണ്ണിൻ്റെ വളർത്തുപട്ടി ചത്തുപോവുകയും ചെയ്യുകയുണ്ടായി. തൂത്താൻഖാമൻ്റെ മരണവും ഇത്തരത്തിൽ ഒരു കൊതുക് കടി മൂലമായിരുന്നു. ഈ സംഭവങ്ങൾ കൂട്ടിവായിച്ച് വെസ്റ്റേൺ മീഡിയകൾ ഇത് തൂത്താൻഖാമൻ്റെ മരണത്തിൻ്റെ തുടർക്കഥയാണെന്ന് വാർത്ത നൽകുകയും ചെയ്തതോടെ ഈ സംഭവം ലോകശ്രദ്ധ നേടി. പിന്നീട് കല്ലറ സന്ദർശിച്ച ഒരു ഉദ്യോഗസ്ഥനും മമ്മി എക്സ്റേ എടുത്ത മറ്റൊരു ഉദ്യോഗസ്ഥനും മറ്റൊരു ഖനന തൊഴിലാളിയും അസുഖം ബാധിച്ച് മരണപ്പെട്ടതോടെ ദുരൂഹതകൾ വർദ്ധിച്ചു വന്നു. ഇത്തരം വാദങ്ങളെ കാർട്ടറും ശാസ്ത്രലോകവും തള്ളിക്കളയുകയാണ് ചെയ്തത്. ഇതിന് കാരണം എക്സ്കവേഷന് നേതൃത്വം നൽകിയിരുന്ന കാർട്ടറും സ്പോൺസറുടെ മകളടക്കം ബാക്കിയുള്ള ഉദ്യോഗസ്ഥർക്കും തൊഴിലാളികൾക്കും ഇത്തരത്തിൽ ഒരു ദുരനുഭവങ്ങളും ഉണ്ടായിരുന്നില്ല എന്നതാണ്. മാത്രവുമല്ല, പത്രങ്ങൾ അവരുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുണ്ടാക്കിയ കെട്ടുകഥകളാണ് ഈ ശാപക്കഥ എന്നായിരുന്നു കാർട്ടറുടെ വാദം. തൂത്താൻഖാമൂൻ്റെ ശരീരം ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കല്ലറ സ്ഥിതി ചെയ്തിരുന്ന കിങ്സ് വാലിൽ തന്നെയാണ്. ഇന്നും അവിടെ പോകുന്നവർക്ക് ആ ശരീരം കാണാൻ കഴിയും.